ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മമ്മി ആൻഡ് മിനീസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നാടൻ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഫസ്റ്റ് കാണിച്ച 1 കിലോ ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു 3-4 സവോള അരിഞ്ഞതും, ഒരു പിടി ഉള്ളിയും, അതുപോലെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും, പിന്നെ ഇതിനകത്തേക്ക് ഞാൻ മെയിനായിട്ടും ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഫ്ലേവർ തരുന്ന കറിവേപ്പിലയും പച്ചമുളകും, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി. അങ്ങനെ അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ഒരു പകുതി വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ചിക്കൻ കറിക്കൊക്കെ. അപ്പം ഉള്ളിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അത്യാവശ്യം നല്ലതായിട്ട് കളർ ചേഞ്ച് ചെയ്യണം. അതായത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ വറുത്തരച്ച മസാല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറുത്തരച്ച മസാല ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ തേങ്ങ വറുത്തരച്ചതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു പിടി തേങ്ങയാണ് എടുത്തേക്കുന്നത്. അതിനകത്തേക്ക് ഒരു കഷ്ണം പട്ട, ഒരു 3-4 ഏലക്ക, ഒരു 2-3 ഗ്രാമ്പൂ, ഇതെല്ലാം ചേർത്ത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ വറുത്തെടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ മസാല ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ആ അരപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. ജസ്റ്റ് ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ 1 kg വരുന്ന ചിക്കൻ നമുക്കിപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴൊന്നും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. നമ്മൾ ലാസ്റ്റ് എത്രത്തോളം വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി എന്നൊക്കെ നോക്കിയതിന് ശേഷം എങ്ങനെയാണോ നമുക്ക് ചാറ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാൻ ഇതുപോലെ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കൻ ജസ്റ്റ് കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് നമ്മൾ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞു പോവും. അതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോകരുത്, വെന്ത് കിട്ടിയാൽ മതി നന്നായിട്ട്. അങ്ങനെ ഞാൻ കിഴങ്ങ് ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇളക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കിഴങ്ങൊന്ന് കുറച്ചൊന്ന് വെന്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ കിഴങ്ങിലേക്ക് ഇതിൻ്റെ മസാലയും ചിക്കൻ്റെ ആ ഒരു ഫ്ലേവറും മസാലയൊക്കെ ഇറങ്ങി അത്യാവശ്യം സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ചതും കുറച്ച് ഗരം മസാലയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ചേർക്കാൻ കാര്യം ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് ലാസ്റ്റ് കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം. അതിനാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ കറിയിൽ കാണുന്ന ഗ്രേവി എന്ന് പറയുന്നത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. നമ്മൾ എക്സ്ട്രാ വാട്ടർ ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം കറിയായിട്ട് വേണ്ട ഒരു ഇതുപോലൊരു തിക്ക് ഗ്രേവി ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, ഇതുപോലെ അങ്ങ് നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ കുറച്ച് കറിയായിട്ട് വേണ്ടവർക്ക് ഞാൻ ഈ ചെയ്യുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്ര ഗ്രേവിയാണ് വേണ്ടതിനനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം വെള്ളം ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് കറി എടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ അടിപൊളി ആയിട്ട് പോകുന്നൊരു കറിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമൻസിൽ ഒന്ന് പറയാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി നമ്മൾ തിളപ്പിച്ചെടുക്കുവാണ് ഈ കറി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.